നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തമുണ്ടായ സ്ഥലത്ത് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ സംഭവ സ്ഥലത്ത് നിന്ന് വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇവ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽപ്പെട്ട 4 പേരുടെ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സംഭവ സമയത്ത് മൊത്തം 38 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേരുണ്ടെന്ന രേഖകളെല്ലാം നഷ്ടമായി. അമിത അളവിൽ വെടിമരുന്നായിരുന്നുവെന്ന് അന്വേഷിക്കുന്നുണ്ട്. പൂരത്തിന് വലിയ രീതിയിലുള്ള ശബ്ദം ഒഴിവാക്കി വർണ്ണത്തിന് പ്രാധാന്യം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ആർഭാടങ്ങൾ ഒഴിവാക്കി പൂരം നടത്താൻ ദേവസ്വങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയാകും പൂരം. നാളെയാണ് പൂര വിളംബരം. CV അനുമോദ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അനുമോദ്, ഇപ്പോഴും ഈ ശരീരാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. എത്ര പേർ ഉണ്ട് എന്ന കാര്യത്തിൽ സർക്കാർ പറയുന്ന കണക്ക് 38 പേരാണ്. അതിലിനിയും ആളുകളെ തിരിച്ചറിയാനുണ്ട്. അവിടെ ആരൊക്കെയാണ് ആ സ്ഥലത്ത് ആ സമയത്ത് അപകടം നടന്ന സമയത്ത് ഉണ്ടായിരുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ കണക്ക്, കൃത്യമായ രേഖകൾ സർക്കാരിന് ലഭ്യമായിട്ടുണ്ടോ? അതോടൊപ്പം ഇന്നത്തെ തിരച്ചിലിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്? ശരീരാവശിഷ്ടങ്ങൾ, അതായത് നിരവധി ശരീരാവശിഷ്ടങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അവ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും എത്ര പേർ മരിച്ചു, എത്ര പേരെ കാണാതായി, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊന്നൊരു വ്യക്തത, കൃത്യമായൊരു കണക്ക് ലഭ്യമായിട്ടില്ല. കാരണം അത്രയധികം ചൂടായിരുന്നു. അതിൽ ഈ അവശിഷ്ടങ്ങൾ ദ്രവിച്ചു പോയോ എന്ന് പോലും സംശയമുണ്ട്. പക്ഷെ അതിനിടെ ചില ആളുകളെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. അവരുടെ മറ്റു DNA പരിശോധനാ ഫലം പുറത്തു വരേണ്ടത് ആരൊക്കെയാണ്, ആരുടെയൊക്കെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്ന് വ്യക്തമായ വിവരം ലഭിക്കണമെങ്കിൽ DNA പരിശോധനാ ഫലം ലഭ്യമാകണം. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇനി കർശനമായ പരിശോധനകളുണ്ടാകും, കർശനമായ സുരക്ഷ ഉറപ്പാക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. മന്ത്രി തന്നെ ഇന്ന് വ്യക്തമാക്കിയ കാര്യം അതായിരുന്നു. അതായത് ഈ വെടിക്കെട്ട് ഒഴിവാക്കി വർണ്ണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പൂരം നടത്തണം എന്നായിരുന്നു മന്ത്രിയുടെ സർക്കാരിന് നിർദ്ദേശം. അതായിരുന്നു ആർഭാടങ്ങൾ ഒഴിവാക്കി പൂരം നടത്താൻ ദേവസ്വങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതാണ്. അതായത് വെടിക്കെട്ടൊക്കെ ഒഴിവാക്കി ചില ആചാരപരമായിട്ടുള്ള നടപടികൾ മാത്രമായിരിക്കും പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. കാരണം ഇത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. CV അനുമോദിലേക്ക്. അനുമോദ്, ഇപ്പോഴും ആരുടെയൊക്കെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. DNA പരിശോധനാ ഫലം പുറത്തു വരണം. ഇന്നത്തെ തിരച്ചിൽ എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? അതോടൊപ്പം DNA പരിശോധനയുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്? ടോം, കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ ഒരു പരിസരത്ത് നിന്ന്, അതായത് മുണ്ടത്തിക്കോട് സ്ഫോടനം നടന്ന ആ മേഖലയുടെ ഏകദേശം ഒരു 400 മീറ്റർ അകലെ നിന്നും ഒരു തല കണ്ടെത്തിയിരുന്നു. ഇത് ബന്ധുക്കളെ ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തൃശ്ശൂർ തിരുവമ്പാടി ദേവസ്വത്തിനുമായി ബന്ധപ്പെട്ട ഗിരീഷാണ് എന്നാണ് ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. DNA ഫലം വരേണ്ടതുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് വീണ്ടും ആ മേഖലകളിൽ കടാവർ നായകളെ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനിക്കുകയും ആ പരിശോധനയിൽ ഇന്നും ഒരു തലയുടെ ഭാഗം, കത്തിക്കരിഞ്ഞ നിലയുള്ള തലയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇതും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് മറ്റ് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധനകൾക്കായിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 37 പേർ എന്നൊരു കണക്കിലേക്ക്, മന്ത്രി 38 എന്ന് പറയുമ്പോഴും അവിടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളിലൊന്ന് ഒരുപക്ഷെ കാണാതായ ആരുടെയെങ്കിലും ആകാം എന്ന നിഗമനത്തിൽ 37 പേരാണ് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായത് എന്ന നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതിൽ ഇന്നലെ തിരിച്ചറിഞ്ഞ മൃതദേഹം, അതായത് തല ഗിരീഷിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചാൽ ബാക്കി 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. സുരേഷ്, CA, അഭിജിത്ത്, വിഷ്ണു, അങ്ങനെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒപ്പം തന്നെ 3 ദിവസം എടുക്കും DNA പരിശോധനാ ഫലം വരാനെന്നാണ് അറിയുന്നത്. ഇന്നലെയാണ് അത് കൊണ്ടുപോയത്. അപ്പോൾ നാളെയോ
മറ്റന്നാളോ ആയിട്ട് ഈ DNA പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ള അതിൽ 4 പേരുടെ നില, ചികിത്സയിലുള്ളതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായ അവസ്ഥയിൽ തരുന്നത് ഒട്ടും മെച്ചപ്പെടാത്ത സാഹചര്യം തന്നെയാണുള്ളത്. അത് ആശങ്ക നൽകുന്ന ഒന്നാണ്. ഇന്നും ഈ വൈകുന്നേരം വരെ മുണ്ടത്തിക്കോട് മേഖലയിൽ തെരച്ചിലുണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരച്ചിൽ നടത്തിയില്ലെങ്കിൽ അവിടെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവരുടെ ശരീരാവശിഷ്ടങ്ങളിൽ ലഭിച്ചാൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അനന്തമായി നീളുന്നൊരവസ്ഥ. ഈ ലഭിക്കുന്ന ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് DNA ലഭിച്ചിട്ട് വേണം അത് കണ്ടെത്തുവാൻ. അതൊന്ന്. രണ്ടാമതായിട്ട്, ആ ഒരു മേഖലയിൽ പല ഭാഗങ്ങളിലായിട്ട് ചിതറിച്ചെറിച്ച ശരീരാവശിഷ്ടങ്ങൾ, അതൊക്കെ തന്നെ ഇപ്പോൾ ഗന്ധം വരാൻ തുടങ്ങുന്ന അവസ്ഥയിലായിട്ടുണ്ട്. 2-3 ദിവസം പിന്നിട്ടതോടെ അളയുന്ന അവസ്ഥയാണ്. അതൊക്കെ തന്നെ പട്ടികളും മറ്റും കടിച്ചെടുത്ത് പല ഭാഗങ്ങളായി കൊണ്ടുപോയിടുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ന് തന്നെ മുണ്ടത്തിക്കോട് പ്രധാന റോഡിനോട് ചേർന്ന ഒരു ശരീരാവശിഷ്ടം കിട്ടിയെന്നാണ് പറയുന്നത്. അത്രയും ദൂരത്തേക്കൊന്നും പൊട്ടിത്തെറിയിൽ എന്താണെങ്കിലും ഇത് തെറിച്ചു പോകാൻ സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിൽ മറ്റ് ജീവികൾ, പട്ടികളും തെരുവുപട്ടികളൊക്കെ ഇത് പലയിടങ്ങളിലായി കൊണ്ടുപോയിടുന്ന ഒരവസ്ഥ കൂടി വരുമ്പോൾ അത് ആ ഒരു മേഖലയിൽ ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തെരച്ചിലിൽ പരമാവധി ഇത് കണ്ടെത്താൻ തന്നെ ആണ് അധികൃതരുടെ ശ്രമം. അതിൻ്റെ നടപടികളാണ് പുരോഗമിക്കുന്നത് കേട്ടോ. യെസ്, അതോടൊപ്പം ഇന്ന് മന്ത്രി വ്യക്തമാക്കിയ കാര്യം, ഈ സംഭവ സമയത്ത് മൊത്തം 38 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേർ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകളില്ല എന്ന്. അതായത് ആരൊക്കെയായിരുന്നു അവിടെ തൊഴിലാളികൾ, ആ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു, അവരുടെ കൃത്യമായ കണക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ചില ഇന്നലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ ബന്ധുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. അങ്ങനെ കൂടുതൽ പേർ പരാതിയുമായി അധികൃതരെ സമീപിച്ചിട്ടുണ്ടോ? എത്ര പേരായിരുന്നു ഉണ്ടെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങൾ സർക്കാരിന് മുന്നിലുണ്ടോ? തീർച്ചയായും മന്ത്രി 38 എന്ന് പറയുമ്പോഴും പോലീസിന്റെ കണക്കിൽ ഔദ്യോഗികമായിട്ട് അത് 37 തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ അത് ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലുണ്ട്. നിലവിൽ 4 പേരെ മാത്രമാണ് കാണാതായിട്ടുള്ളത്. മറ്റാരും തന്നെ അത്തരത്തിലുള്ള പരാതികളുമായി വന്നിട്ടില്ല. അപ്പോൾ ഈ കാണാതായതിൽ ഒരാളുടെ മൃതദേഹമാകാം ഒരുപക്ഷെ ഈ കത്തിക്കരിഞ്ഞ നിലയിൽ എന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാരണം ഇന്നലെ കണ്ടെത്തിയ തല ഈ പറയുന്ന വ്യക്തിയുടെയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, കത്തിക്കരിഞ്ഞ മൃതദേഹത്തിന് DNA സാമ്പിൾ വന്നാൽ ഒരുപക്ഷെ അത് കാണാതായ മറ്റൊരാളുടെ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇന്നലെ ഫോറൻസിക് മേധാവി ഹിതേഷ് ശങ്കർ ഈ DNA സാമ്പിളിന് അയച്ചതിൽ 29 സാമ്പിളുകളിൽ 2 പേരുടെയെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 4 പേരുടെയും ശരീരഭാഗങ്ങൾ ഈ തരത്തിലുള്ള DNA പരിശോധന കൊണ്ട് കണ്ടെത്താനാകും എന്ന് തന്നെ വേണം കരുതുവാൻ. അപ്പോൾ അതിൽ ഒരു അവ്യക്തത ഉണ്ടാകുന്നില്ല. 37 എന്ന കണക്കിലേക്ക് ആളുകളുടെ എണ്ണം അത് നിജപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഈ കാണാതായി എന്ന പരാതിയുമായി വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം DNA പരിശോധനാ ഫലം വരിക എന്നുള്ളത് തന്നെയാണ്. അത് നാളെയോടെയോ മറ്റന്നാളോടെയോ വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മൊബൈൽ പരിശോധനാ സംവിധാനം തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. നിലവിൽ 100-ലേറെ ശരീരാവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളതേ കണ്ടെടുത്തുകൊണ്ട് അതിൽ DNA കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ളത് ഈ മൊബൈൽ പരിശോധനാ ലാബിൽ വെച്ച് പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ DNA ഫലം ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. എന്നാണെങ്കിലും കൂടുതൽ ആളുകളെ കാണാനില്ല എന്ന പരാതി ഇതുവരെ ലഭിക്കാത്തതിനാൽ ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 37 എന്ന തരത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇന്നലെ കമ്മീഷണറും അതുതന്നെയാണ് വ്യക്തമാക്കിയത്. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ വീണ്ടും ചില ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, ഇതിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ആരാണ് മരിച്ചത്, ആരുടെയൊക്കെ ജീവനാണ്, എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്ന് സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിനെതിരെ സൈബർ പോലീസിന് പരാതി നൽകി സുമതി വളവ് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും. മുരളിയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതുകൊണ്ടാണ് പരാതി. ഉടൻ മാനനഷ്ട കേസ് നൽകുമെന്നും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. ആരോപണങ്ങൾക്ക് മുന്നിൽ ഉണ്ണിമുകുന്ദനാണെന്ന
വാദം തെറ്റാണെന്ന് മുരളി കുന്നംപുറം ന്യൂസ് 18നോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. 100%. കാരണം ഉണ്ണിമൂന്നൻ ആ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത്. ഉണ്ണിമൂന്നൻ ആ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത്. ഉണ്ണിമൂന്നൻ ചേട്ടാ വിഷമിക്കാതിരിക്കും, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അതേപോലെ ജയസൂര്യൻ വിളിച്ചു പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് കൂട്ടിയിട്ടുണ്ട്. ഇനി ജയസൂര്യൻ സിനിമ ഫീൽഡിൽ നിന്ന് ആരെങ്കിലും പൈസ നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ സംസാരിക്കാം. അത്രയും ജയസൂര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതിരിക്കും. അതേപോലെ പ്രദേശ് 2 പ്രാവശ്യം ഇവിടെ വന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, മുരളി കുന്നംപുറത്തിൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വീണ്ടും ആളിക്കത്തുകയാണ്. സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിനിടെ ഇത് ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്ന ആരോപണവുമായി ഇന്നലെ അഭിലാഷ് പിള്ളയും സംവിധായകനും രംഗത്തെത്തിയിരുന്നു. ഇന്ന് അവർ അല്പം കൂടി നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. അതായത് മുരളി കുന്നംപുറത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു, സൈബർ പോലീസ് പരാതി നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് നിയമ നടപടികൾ? എന്താണ് അഭിലാഷ് പിള്ളയും അതോടൊപ്പം തന്നെ സംവിധായകനും ഈ പരാതിയിൽ വ്യക്തമാക്കുന്ന കാര്യം? ടോം, ഇന്നലെ ഇവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ അറിയിച്ചത് ഈ ആരോപണം വന്നതിന് ശേഷം, അതായത് മുരളി കുന്നംപുറത്തിന്റെ വീഡിയോ ഇത്രയേറെ പ്രചാരണമായതിനു ശേഷം ഇവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ്. പ്രത്യേകിച്ച് ഈ അഭിലാഷ് പിള്ള, മാളികപ്പുറം എന്ന ചിത്രത്തിന്റെയും അതോടൊപ്പം തന്നെ സുമതി വള എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള അഭിലാഷ് പിള്ളയും സംവിധായകൻ വിഷ്ണുവും വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഈ മുരളി കുന്നംപുറം ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയത് ഇവർ കാരണമാണ് എന്ന തരത്തിലാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ഒപ്പം ഇവരുടെ രാഷ്ട്രീയമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കുടുംബത്തിനും വലിയ മാനസിക വിഷമമാണ്, വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ ഉള്ള PR വർക്കായി പ്രവർത്തിക്കുന്നത് ഉണ്ണി മുകുന്ദനാണ് എന്നൊരു പരാമർശം കൂടി ഇന്നലെ നടത്തുകയുണ്ടായി. ഇത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുകയുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തങ്ങൾക്ക് നേരിടുന്ന സൈബർ ആക്രമണത്തിനെതിരെ ഒരു സൈബർ പോലീസിന്, കൊച്ചി സൈബർ പോലീസിന് മൂവരും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത്. അതായത് നദികൾ സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകരുമുണ്ട്. ഇവർ 3 പേരും ചേർന്നാണ് സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. തങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, അറിയാത്ത കാര്യത്തിനാണ് ഇത്രയും വലിയൊരു സൈബർ ആക്രമണം നേരിടുന്നത്. അത് ഇന്നലെ അഭിലാഷ് പിള്ള പത്രസമ്മേളനത്തിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പ്രിന്റ് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിരുന്നു. അത് തെളിവുകൾ സഹിതമാണ് കാണിച്ചത്. അത് ഈ സിനിമ PR-കൾ ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ അത് ആരാണെന്ന് അറിയില്ല. പലരും ഫേക്ക് ഐഡിയാണ്. ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് തങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവരുടെ പരാതിയിൽ കൂടുതൽ ആളുകളെ പിടികൂടും, അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഈ PR വർക്കിലെല്ലാം പിറകിൽ ഉണ്ണി മുകുന്ദനാണ് എന്നൊരു ഒരു പരാമർശം കൂടി ഇന്നലെ അവർ നടത്തിയിരുന്നു. അത് പറയാൻ കാരണം ഈ വിഷ്ണു എന്ന മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണുവുമായി ഉണ്ണിമുകുന്ദൻ ഒരു തർക്കമുണ്ടായിരുന്നു. അത് പിന്നീട് ഉണ്ണിമുകുന്ദൻ തന്റെ മാനേജറെ വിപിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കേസുകളും ഒക്കെ ഉണ്ടായി. അന്ന് വിഷ്ണു ഉണ്ണിമുകുന്ദനൊപ്പം നിന്നില്ല. അന്ന് മുതൽ തുടങ്ങിയ പ്രതികാരമാണ് ഉണ്ണിമുകുന്ദന്. തന്നോട് എന്താണ് പ്രതികാരമെന്ന് അറിയില്ല എന്നാണ് ഈ മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്തും വ്യക്തമാക്കിയത്. എന്തായാലും ഈ മുരളി ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുമ്പോഴും എങ്ങനെയാണ് ഉണ്ണിമുകുന്ദൻ മുരളിക്കൊരു ഡേറ്റ് കൊടുക്കുക, അതറിയാൻ സാധിക്കുന്നില്ല. ഇത് തന്നെ മനസ്സിലാകുന്നില്ല. മുരളിയെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുവാനും തങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പടച്ചുവിടുന്നതും ഉണ്ണിമുകുന്ദനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണിമുകുന്ദനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇതിൽ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഇവരുടെ പരാതി, അതായത് അഭിലാഷ് പിള്ള അടക്കവും മറ്റ് 2 സംവിധായകരും ഫെഫ്കയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പരാതി നൽകിയിട്ടുണ്ട്. സംവിധായകർ ആ സിനിമയുടെ 2 ചിത്രങ്ങളുടെയും കണക്ക് സംഘടനയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മുരളി കുന്നംപുറവും അതോടൊപ്പം തന്നെ മറ്റ് 2 ചിത്രത്തിന്റെ സംവിധായകന്മാരും തിരക്കഥാകൃത്തും ഉണ്ടാകും. ഇവരെല്ലാവരും ചേർന്നിരുന്നൊരു ചർച്ചയുണ്ടാകും. ആ ചർച്ചയിൽ മുരളി കുന്നംപുറം തനിക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്കും മുന്നോട്ട് വെക്കട്ടെ. അതിനുശേഷം ഇത് രമ്യമായി പരിഹരിക്കാമെന്നാണ്
ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, സംവിധായകരാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം, നടന്മാരാണ് ഒരു സിനിമ സംവിധാനം ചെയ്തത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വളരെ മോശമാണ്. അത്തരത്തിലൊന്നും പറയാൻ പാടില്ല. ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നത്. അതിനെ നശിപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പല സിനിമകളിലും എഡിറ്റർമാർക്ക് നിർദ്ദേശം നൽകുന്നത് നടന്മാരാണ്. ആ പ്രവണതയും അവസാനിപ്പിക്കണം. ചില എഡിറ്റർമാർ പരാതി നൽകിയിട്ടുണ്ട് എന്നുകൂടിയാണ് ബി ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കിയത്. എന്തായാലും സുമതി വളവിലെ വിവാദം അതിപ്പോഴും അവസാനിക്കുന്നില്ല. ഓരോ പ്രതികരണങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായും നവമി, അതിനിടെ ഇന്നലെ മുരളി കുന്നംപുറം ന്യൂസ് 8 ചില പ്രതികരണം തന്നിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ, ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദന് യാതൊരു പങ്കുമില്ല, ഉണ്ണി മുകുന്ദന് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താണ് ഈ വീഡിയോ ഇറക്കിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് എന്തുകൊണ്ടാണ് അത്തരം ഒരു വീഡിയോ പങ്കുവെച്ചു, തൊട്ട് പിന്നാലെ തന്നെ അത് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷമാണത് വലിയ രീതിയിൽ പ്രചരിച്ചത്. സുമതി വളവ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത്, സൈബർ ആക്രമണമൊക്കെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകാൻ മുരളി കുന്നംപുറം തയ്യാറായോ? ശരിക്കും ഈ വീഡിയോ മുരളി കുന്നംപുറം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് വിഷുവിന് മുൻപാണ്. ആ സമയത്ത് തന്നെ അഭിലാഷ് പിള്ള വിളിച്ചു ചോദിച്ചു എന്ന് അഭിലാഷ് പിള്ള തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അത് തനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അത് താൻ സോഷ്യൽ മീഡിയയിൽ തന്നെ തന്റെ പേജിൽ നിന്ന് അത് മാറ്റാം എന്ന് ഇവരോട് പറയുകയും ചെയ്തു. അതനുസരിച്ച് മുരളി ആ വീഡിയോ തന്റെ പേജിൽ നിന്ന് റിമൂവ് ചെയ്തു. പിന്നീട് അത് മറ്റൊരു അക്കൌണ്ടിൽ കൂടിയാണ് ഇത് വീണ്ടും ഒരു വിവാദമായി മാറിയിരിക്കുന്നത്. അതിന് പിന്നിൽ, അതായത് ആ പോയ വീഡിയോ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഉണ്ണിമുകുന്ദനാണെന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ രണ്ട് സംവിധായകരും തിരക്കഥാകൃത്തും വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് രാവിലെ ന്യൂസ് 18 അദ്ദേഹം അതിഥിയായി വന്നപ്പോൾ മുരളി കുന്നംപുറം പറഞ്ഞത് ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ്. ഉണ്ണിമുകുന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല. തനിക്കുണ്ടായ വിഷമം അല്ലെങ്കിൽ തനിക്കുണ്ടായ ദുരനുഭവം, നഷ്ടം, ഇതിനെക്കുറിച്ചാണ് താൻ ആ വീഡിയോയിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇന്നലെ അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നാണ് മുരളി കുന്നംപുറം പറയുന്നത്. അതോടൊപ്പം തന്നെ സുമതി വളവ് രണ്ടാം ഭാഗം ഈ വിഷ്ണുവും ഇതിന്റെ തിരക്കഥാകൃത്തുമായിട്ടുള്ള അഭിലാഷ് പിള്ള ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇനി അവരുമായി താൻ ഇനി ഒരു വിധത്തിലും അസോസിയേറ്റ് ചെയ്യില്ല, അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹകരണവും ഉണ്ടാകില്ല. പകരം മറ്റ് തന്റെ ബിസിനസ്സുമായിട്ടും മറ്റ് സിനിമകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ന്യൂസ് 18നോട് ഇന്ന് മുരളി കുന്നംപുറം പറഞ്ഞിരിക്കുന്നത്. യെസ് നവമി, അതോടൊപ്പം അറിയേണ്ടത് എന്തായാലും ഈ സംഭവം നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് സിനിമാ സംഘടനകൾക്കടക്കം പരാതി ഇരുവിഭാഗവും നൽകിയിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത എന്നറിയണം. അത്തരമൊരു ഒരു ചതി മുരളി കുന്നംപുറത്തിന് സംഭവിച്ചിരുന്നോ? അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തിയതാണോ അതല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ ഈ അഭിലാഷ് പിള്ള ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, വളരെ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ് മുരളി കുന്നംപുറം, അതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചതാകാമെന്ന്. യഥാർത്ഥ സിനിമയാകുമ്പോൾ നമുക്കറിയാം നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടാകാം, ചിലപ്പോൾ വലിയ രീതിയിൽ ലാഭമുണ്ടാകാം, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ കുറച്ചു പേരെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നു, ആരോപണ നിഴലിലാക്കുന്നു. അതായിരിക്കുമോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ട് പോകുന്നത് മലയാള സിനിമയ്ക്ക് അത്ര നല്ലതല്ലല്ലോ, ഒരു നല്ല പ്രവണതയല്ലല്ലോ. സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോ? സംഘടനകളും ആ രീതിയിൽ തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇത് പരസ്യമായി മാധ്യമങ്ങളിലൂടെ ഇരുവിഭാഗക്കാരും വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായും സിനിമയെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. സിനിമാ സംഘടനയിലെ അംഗങ്ങൾക്കും ഇതിൽ വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും വേഗം പരിഹരിക്കുക എന്നത് തന്നെയാണ് ഇരു സംഘടനകളും, ഫെഫ്കയും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെയോ മറ്റന്നാളോ ഒരു യോഗം ചേരും. ആ യോഗത്തിൽ മുരളി കുന്നംപുറം തനിക്കുണ്ടായ നഷ്ടം ഏത് വിധത്തിലാണ്, എത്രമാത്രം നഷ്ടമുണ്ടായി, കോടികളുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്നത്, 7 കോടിയുടെ നഷ്ടമാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ബില്ലുകൾ, തെളിവുകൾ ഇതെല്ലാം തന്നെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുരളി കുന്നംപുറം ഇതുവരേക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി നൽകിയിട്ടുമില്ല. അതേസമയം ഈ രണ്ട് സംവിധായകരും, അതായത് നദികളിൽ യമുന, നദികൾ
സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകനും സുമതി വളവിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഇവർ 3 പേരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും പരാതി നൽകിയിട്ടുണ്ട്. ഫെഫ്കയ്ക്ക് മുന്നിൽ അവർക്ക് ഉണ്ടായ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ബജറ്റിന്റെ കണക്കുകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഇവരുടെ 2 സംഘടനകളുടെയും മധ്യസ്ഥതയിൽ ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇതിനെ ഒരു രമ്യമായി പരിഹരിക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് സംഘടനയെ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിരിക്കും ആ യോഗം ചേരുക. ഇപ്പോൾ അഭിലാഷ് പിള്ള അടക്കം ഇന്നലെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഒരു മദ്യപാനത്തിൽ നിന്നുമുള്ള ഒരു വിഡ്രോവൽ സിംറ്റമിന്റെ ഭാഗമായി വലിയ രീതിയിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആത്മഹത്യാ ഭീഷണി ഇത് ആദ്യമായിട്ടല്ല. അവർ പറയുന്നത് നിങ്ങൾ ഈ ആത്മഹത്യാ ഭീഷണി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, ഞങ്ങളിത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രകോപനം. ഒരു സിനിമ ചെയ്ത് അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം മോശക്കാരാണ്, അല്ലെങ്കിൽ അവർക്കൊന്നും സംവിധാനം അറിയില്ല എന്ന തരത്തിൽ ഇദ്ദേഹം പരാമർശം നടത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇതിനു മുൻപ് അദ്ദേഹം ചെയ്ത് സിനിമകളിലെ സംവിധായകരെ എല്ലാം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ മോശമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീഴ്ചയാണ് മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചതെന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഇവരെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംഘടന ഈ വിഷയത്തെ രമ്യമായി പരിഹരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. എത്ര വേഗം തന്നെ ഈ വിവാദം കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ സിനിമാ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് അജുകുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പിടിച്ചു തള്ളുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആണ് ആ ഒരു പയ്യന് ആ കുത്തുകൊണ്ടതായിട്ട് ഷർട്ട് ഊരിയപ്പോഴാണ് അത് വ്യക്തമായിട്ടൊരു ചെറിയൊരു ഹോൾ പോലെ ബ്ലഡ് വന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ. അങ്ങനെ ബ്ലഡ് വന്നുകൊണ്ട് നിന്നെങ്കിലും അവൻ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കി തന്നെ ഇറങ്ങി വീഴ എടുക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ തന്നെയാണ് നിന്നത്. കുറേ നിന്നപ്പോഴാണ് അവന് ബുദ്ധിമുട്ട് തോന്നിയ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ കയറി പോകുന്നത്. പക്ഷേ കുത്ത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി നമ്മളൊന്നും കണ്ടില്ല. ഞാനും വൈഫും ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ ആ വീഡിയോ ദൃശ്യത്തിൽ ഞങ്ങൾ ഇറങ്ങി പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ എന്താണ് പ്രശ്നമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഈ പെണ്ണ് കേസാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത്. മരിച്ച പയ്യനറിയാം, പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള പയ്യന് വ്യക്തമായിട്ട് അറിയാവുന്ന പയ്യൻ തന്നെ. പിന്നെ മറ്റേ വേറൊരു പയ്യൻ വന്ന പയ്യനും അതിൻ്റെ കൂടെ വന്ന ആളിനെ അറിയാം. കോട്ടപ്പുറത്തുള്ള ഒരു പയ്യനായിരുന്നു. അവൻ്റെ ശേഷാറിന് എന്തോ ആണെന്ന് തോന്നുന്നു. അവർ അറിയാവുന്ന ആൾക്കാരെയാണ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ല, കുത്തിയായിരുന്നു വ്യക്തമല്ല. കുത്ത് കൊണ്ടത് മാത്രം ഒരു 10:40. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു കാട്ടാക്കടയിൽ നിന്ന്. അരുൺ, ഒരു ദൃക്സാക്ഷിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഒരു വാക്കുതർക്കത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന്. എന്താണ് സംഭവത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്, രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന യുവാവിനെ 3 പേർ ചേർന്ന് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരം. ഈ കിട്ടുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാഹുൽ എന്ന് പറയുന്ന യുവാവിന്റെ സുഹൃത്ത് രാഹുലിന്റെ സുഹൃത്തായ ശ്രീജിത്ത് അടുത്തിടെ ഒരു ബൈക്ക് വാങ്ങിയിരുന്നു. ഈ ബൈക്ക് 10,000 രൂപ വിലയിട്ടായിരുന്നു വാങ്ങിയത്. അതിന് 6,000 രൂപ നൽകുകയും ചെയ്തു. ബാക്കി 4,000 രൂപയ്ക്ക് വേണ്ടി ഇടപാടുകാർ നിരന്തരം വിളിച്ചെങ്കിലും ഇയാൾ ഫോൺ എടുത്തില്ല എന്നാണ് മനസ്സിലാക്കിയത്. തുടർന്ന് ഈ പറയുന്ന ആൾ ഒരു ദിവസം എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി ഫോൺ എടുക്കുകയും ഫോണിലൂടെ അസത്യവർഷം പറയുകയായിരുന്നു എന്ന് പറയുന്നു. തുടർന്ന് ഈ വിവരം മരിച്ച രാഹുലിനോട് പറയുന്നു. രാഹുൽ ഈ സംഘത്തോട് ചോദിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കാട്ടാക്കട കിള്ളിയിലെത്തിയ സംഘത്തെ ഇദ്ദേഹം തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഈ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പി കൊണ്ട് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് താക്കോൽ കൂട്ടമാണെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിള്ളി സ്വദേശികളായ 3 പേരെ കാട്ടാക്കട പോലീസ്
കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നറിയുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ഒപ്പം സംഭവം നടന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നു. കാരണം ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ ആക്രമണം, ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു, ഇവർ തമ്മിൽ നേരത്തെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു സ്ത്രീ വിഷയമാണ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും വഴിമാറിയതെന്നാണല്ലോ നേരത്തെ ആ ദൃക്സാക്ഷി പറയുന്നത്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടതിന് വ്യക്തത വരുത്തുന്നുണ്ടോ? ടോം, അത് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. സ്ത്രീ വിഷയം എന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന മരിച്ച രാഹുലിന്റെ സുഹൃത്താണ് ശ്രീജിത്ത്. ശ്രീജിത്തിന്റെ സഹോദരിയുടെ ഫോണിൽ വിളിച്ച് ശ്രീജിത്തിനെ കിട്ടാത്തതുകൊണ്ട് സഹോദരി ഫോൺ എടുത്തപ്പോൾ അസഭ്യം പറഞ്ഞതാണ് ഈ വിഷയത്തിന് തുടക്കം. അത് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 1 മണിക്കൂറിനകത്ത് ഈ പറയുന്ന കുറച്ച് DSP എത്തി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് കാട്ടാക്കടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, സഹോദരിയോട് മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പോലീസ് ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം കാച്ചാണിയിൽ 3 വയസ്സുകാരിക്ക് മർദ്ദനമേറ്റതായി പരാതി. അംഗൻവാടി ടീച്ചർക്കെതിരെയാണ് പരാതി. കുട്ടിയുടെ കാൽമുട്ടിലാണ് അടിച്ചത്. സംഭവത്തിൽ പോലീസിലുൾപ്പെടെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വലിയ ചൂടല് അല്ല വെട്ടിക്കൊണ്ടുവന്ന് വലിയ ചൂട് ആകാരം കഴിക്കാത്തക്കണ്ട് കഴിച്ച് അല്ല കാലിൽ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു മോള് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് കുഞ്ഞിനെ കമ്പെടുത്ത് അടിച്ചു, അടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അതുപോലെ പുള്ളിക്കാരി ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല എന്നാണ് പിന്നെ ഡിനേ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കയ്യിലാണ് അടിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ കയ്യിലൊരു പാട് പോലും ഇല്ല. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് കേസ് ഫോർവേഡ് ചെയ്തു, അവരുടെ പേരൂക്കട സ്റ്റേഷൻ പരിധി അല്ലാത്തതുകൊണ്ട്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഒരു 3 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനോടാണ് ഈ അംഗൻവാടി ടീച്ചർ ഈ രീതിയിലൊരു ക്രൂരത കാട്ടിയത്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾ പോലും മക്കളെ അങ്ങനെ അടിക്കാറില്ല. കാരണം അത് അത്രയും അധികം നമുക്കത്ര കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ കരുതലും സ്നേഹവും ഒക്കെ വേണ്ട ഒരു സമയമാണ്. പക്ഷേ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കുടുംബം എന്താണ് പറയുന്നത്? കുട്ടി പോലും വളരെ നിഷ്കളങ്കമായി ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ടീച്ചർ ഒരു വടി വെച്ച് അടിച്ചത്, അതിൻ്റെ പാട് പോലും ശരീരത്തിലുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകുന്ന പരാതിയിൽ പറയുന്ന കാര്യം? ടോം, 21-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. കുട്ടി വൈകിട്ട് വീട്ടിലെത്തി അമ്മയോടാണ് പറഞ്ഞത് ടീച്ചർ അടിച്ചു. അപ്പോൾ ആദ്യം കാര്യമായി എടുത്തില്ല. പിന്നീട് നോക്കുമ്പോഴാണ് കുട്ടിയുടെ വലത് കാലിൻ്റെ മുട്ടിൽ മർദ്ദനമേറ്റ പാടുണ്ട്, നീരുണ്ടായിരുന്നു, തടിച്ച് നീര് വന്നിട്ടുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ടീച്ചർ അടിച്ച കാര്യം കുട്ടി വ്യക്തമായി തന്നെ പറയുന്നത്. ടീച്ചറോട് ചോദിക്കുമ്പോൾ അവർ ആദ്യം അത് നിഷേധിച്ചു, പിന്നീട് അവർ കയ്യിലടിച്ചു എന്നൊരു മറുപടി കൊടുത്തു. എന്നാൽ അതിനുശേഷം മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ച് ഈ മറ്റു കുട്ടികളെ ആ കുട്ടി, അതായത് ഈ 3 വയസ്സുള്ള കുട്ടിയേക്കാൾ മുതിർന്ന കുട്ടികളെ ഈ കുട്ടി വടിയെടുത്ത് അടിച്ചു. അങ്ങനെ സഹികെട്ട് മറ്റേ കുട്ടികൾ, ഈ അടികൊണ്ട കുട്ടികൾ ഈ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയണം എന്നൊരു ആവശ്യം മറ്റൊരു കുട്ടി രക്ഷിതാക്കളുടെ മുന്നിൽ ടീച്ചർ വയ്ക്കുകയായിരുന്നു പറയുന്നുണ്ട്. ഏതായാലും ക്രൂരമായ മർദ്ദനമാണ്. ഒരുപക്ഷെ ചൂരൽ ഉപയോഗിച്ചുള്ള അടിയാണ്. പക്ഷേ 3 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് സ്വാഭാവികമായും ഇങ്ങനെ കാൽമുട്ടിലൊക്കെ അടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും നമ്മളിന്ന് കാണുമ്പോഴും ആ കുട്ടിയുടെ കാലിൽ അടിയേറ്റ പാടുണ്ട്, ചെറിയ നീരുണ്ട്. കുട്ടി തന്നെ പറയുന്നുമുണ്ട് ടീച്ചർ അടിച്ചു. ഈ ടീച്ചറെ പറ്റി നേരത്തെയും പരാതിയുണ്ട് എന്നാണ് രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നത്. അതായത് ഇവർ ഈ ടീച്ചറുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയമാണ്. മൂത്രമൊഴിച്ചതിൻ്റെ പേരിലാണ് കുട്ടിയെ ഇങ്ങനെ മർദ്ദിച്ചത്. അതായത്
വസ്ത്രം മാറ്റുന്നതിന് മുമ്പ് തന്നെ കുട്ടി മൂത്രമൊഴിച്ചു. അങ്ങനെ ഒരു അസുഖം കൂടിയുള്ള കുട്ടിയാണ്. അങ്ങനെ ഒഴിച്ചുപോയി. അതിൻ്റെ ദേഷ്യത്തിൽ ടീച്ചർ മർദ്ദിക്കുകയായിരുന്നു പറയുന്നത്. കുട്ടികൾക്ക് പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങൾ പറയാൻ പോലും ഭയമാണ്. വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടികൾ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാറുള്ളതെന്നൊക്കെ രക്ഷിതാക്കളുടെ പരാതിയുണ്ട്. ഏതായാലും പരാതിയിൽ വനിതാ ശിശു വികസന വകുപ്പ് ഇതുവരെ നടപടി എടുത്തിട്ടില്ല. പക്ഷേ പോലീസിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ പോലീസ് ഇന്ന് ഈ രക്ഷിതാക്കളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ആ രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകുന്നു. എന്നാൽ അധ്യാപിക ഇത് ചെയ്തിട്ടില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇവർക്കെതിരെ നേരത്തെ ഇവർ ജോലി ചെയ്തിരുന്ന അങ്കണവാടിയിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ ഭയപ്പെടുത്തിയാണ്. അതും ഭയപ്പെടുത്തുക മാത്രമല്ല ശാരീരികമായി ഉപദ്രവിച്ചുമൊക്കെയാണ് ഇവർ പലപ്പോഴും മര്യാദ പഠിപ്പിക്കുന്നത് പറയുമ്പോൾ പോലും അങ്ങനെ പോലും പറയാൻ കഴിയില്ല. കാരണം വളരെ ചെറിയ കുട്ടികളാണ്. 3 വയസ്സും 4 വയസ്സും ഒക്കെയുള്ള കുട്ടികളാണ്. അവർക്ക് പ്രാഥമിക കാര്യം നിർവഹിക്കാൻ ചില ഒരുപക്ഷെ ടീച്ചർ പറയുന്നത് പോലെ ഒരു ചിട്ടയായ രീതിയിലൊന്നും ആ കുട്ടികൾ ആ രീതിയിൽ വളർന്നു വന്നിട്ടുള്ള കുട്ടികളല്ല. വളരെ തീരെ ചെറിയ കുട്ടികളാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഈ തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത്. ടീച്ചറുടെ ഇപ്പോഴത്തെ അവരുടെ നിലപാട് അവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ ഒരു അടി കൊടുത്തു എന്ന് ഈ കുട്ടിയുടെ അമ്മയോട് തന്നെ ടീച്ചർ സമ്മതിച്ചിട്ടുമുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ഒരുപക്ഷെ വൈകാതെ കേസെടുത്തേക്കും. കാച്ചാണിയിലാണ് ഈ അങ്കണവാടി ഉള്ളത്. ഇന്ന് അവധിയാണ്. സർക്കാർ അങ്കണവാടികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുത്ത ചൂട് കാരണം. ഈ കുട്ടിയുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള അങ്കണവാടിയാണ്. അവിടെയാണ് കുട്ടിയെ ഈ രീതിയിൽ ടീച്ചർ ഉപദ്രവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യമല്ലേ? കാരണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കറിയാം നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുന്ന ചില അംഗനവാടികളുണ്ട്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ അധ്യാപകർ അല്ലെങ്കിൽ ആയമാരൊക്കെ കുട്ടികളെ ഉപദ്രവിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്നതായി, അവരെ വഴക്ക് പറയുന്നതായിട്ടുള്ള പരാതികളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ വിഷയത്തിൽ ഒരു കർശനമായ നടപടി ആവശ്യമല്ലേ? മാത്രമല്ല, എന്തിനാണ് ടീച്ചർ ആ അംഗനവാടിയിൽ വടി ഉപയോഗിച്ചത്? കുട്ടികളെ പേടിപ്പിക്കാൻ പോലും വടിയെടുക്കാൻ പാടില്ല എന്ന നിയമം പോലും കർശനമായി നടപ്പാക്കുന്നൊരു നാടാണിത്. തീർച്ചയായും അത് തന്നെയാണ്. ചൂരൽ എങ്ങനെ നമ്മൾ ഒരു സാധാരണ സ്കൂളുകളിലൊക്കെ ചൂരൽ കാണാറുണ്ട്. അങ്കണവാടികളിൽ 3ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ, അത് LKG-യിലൊക്കെ പോകുന്നതിന് മുൻപ് കുട്ടികളെ വീട്ടുകാർ ഈ LKG-യുമായും സ്കൂളുമായൊക്കെ പൊരുത്തപ്പെടാൻ, അവിടേക്ക് പോകുമ്പോൾ പൊരുത്തപ്പെടാൻ പെട്ടെന്ന് സ്കൂളുമായി ഇണങ്ങാനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ അങ്കണവാടികളിലേക്ക് അയക്കുന്നത്. അവിടെ സ്വാഭാവികമായും കുട്ടികൾ അവിടെ ടീച്ചർമാരോ അല്ലെങ്കിൽ ആയമാരോ ഒക്കെ വടി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും കോടതികളുമൊക്കെ പല കേസുകളിലുമൊക്കെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂരൽ ഉപയോഗിക്കാൻ പോലും പാടില്ല. എന്നിട്ടും എന്തിന് ഇങ്ങനൊരു അവിടെ ചൂരൽ ഉപയോഗിക്കുന്നു? കുട്ടികളെ ഒരുപക്ഷെ പേടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനൊക്കെ ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് അവരുടെ ശരീരത്തിൽ ഈ ചൂരൽ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു, ഇത്തരം പാട് വരുന്നു. അത് ഇതിനു മുമ്പ് മറ്റു കുട്ടികൾക്ക് ഉണ്ടായിരുന്ന പരാതികളുണ്ട്. തീർച്ചയായിട്ടും അത് കടുത്ത നടപടി വേണ്ട ഒരു കാര്യം തന്നെ. ടീച്ചർ ഈ രീതിയിൽ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം ഉപദ്രവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും കുട്ടിയുടെ കാലിൽ ഈ ഒരു പാട് വരില്ല. ഇനി ആ ടീച്ചർ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റേതെങ്കിലും കുട്ടികൾ മർദ്ദിച്ചതാണോ? അങ്ങനെ ആ ടീച്ചർ അവിടെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? ടീച്ചറും ആയേക്കും ഒക്കെ സ്വാഭാവികമായും ആ അങ്കണവാടിയിൽ ഉണ്ടാകണം. അവിടെ എന്ത് സുരക്ഷയാണ് കുട്ടിക്കുള്ളത് എന്ന ചോദ്യം കൂടി സ്വാഭാവികം ഉയർന്നു വരും. അല്ലെങ്കിൽ വീട്ടുകാർ കുട്ടിയെ മർദ്ദിച്ചതാവണം. അങ്ങനെയല്ല എന്നത് ഇപ്പോൾ വ്യക്തമാണ്. ഈ അങ്കണവാടിയിൽ തന്നെയാണ് കുട്ടിക്ക് അടിയേറ്റിട്ടുള്ളത്. ഏത് സാഹചര്യത്തിൽ എന്ത് സാഹചര്യം വന്നാലും സ്വാഭാവികമായ കൊച്ചു കുട്ടികളാണ്. അവർക്ക് ഒരുപക്ഷെ ഈ പ്രാഥമിക കാര്യം നിർവഹിക്കാനൊക്കെ പറയാനുള്ള സമയം കിട്ടിക്കാണില്ല. അല്ലെങ്കിൽ അതിനുള്ള പരിശീലനത്തിലേക്ക് സ്വാഭാവിക കുട്ടികൾ വരുന്നേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു കുട്ടി അത്തരത്തിലൊന്ന് മൂത്രമൊഴിച്ചു, അത് അങ്കണവാടി ആകെ മൂത്രമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ ഇവർ ഇങ്ങനെ മർദ്ദിച്ചു എന്ന പരാതി വരുന്നത്. കർശനമായ നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. വനിതാ ശിശു വികസന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പോലീസിന്റെ അതാണ്. എന്തായാലും ഈ ഒരു 3 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് നുണ പറയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പാണ്. അവിടെ ആരാണ് കള്ളം പറയുന്നത്? അധ്യാപികയാണോ? അതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണം നീങ്ങുന്നുണ്ട്. അവർ ആ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ നടപടി തന്നെ സ്വീകരിക്കണം. ആലപ്പുഴ കായംകുളത്ത് പാമ്പുകടിയേറ്റ് 42 മരിച്ചതിൽ ആരോപണവുമായി കുടുംബം. ചേരാവള്ളി വടക്കേത്തോപ്പിൽ സെലീനയാണ് മരിച്ചത്. ആന്റിബയോന നൽകാത്തതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങളില്ലായിരുന്നുവെന്നും അതാണ് ആന്റിബയോന നൽകാതിരുന്നതിന് കാരണമെന്നുമാണ് കായംകുളം താലൂക്ക് ആശുപത്രി RMO ഡോക്ടർ ശ്രീപ്രസാദിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഈ പാമ്പ് കടിയേറ്റ്
2 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചതിൻ്റെ നടുക്കം വിട്ടുമാറും മുൻപാണ് കായംകുളത്ത് നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഒരു 42കാരി മരിച്ചെന്ന വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? കുടുംബത്തിൻ്റെ ആരോപണം എന്താണ്? ടോമ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യത്തിൽ വളരെ ദുഃഖകരമായ സാഹചര്യമാണ് കായംകുളത്ത് ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടായത്. ഇന്നലെ രാത്രി 7:30 42കാരി സെലീനയുടെ കാലിൽ ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിയേറ്റു എന്നാണ് സെലീനയുടെ കുടുംബാംഗങ്ങളും, അതായത് ഇന്നലെ ഒരു വിവാഹ ഫംഗ്ഷന് പോയിരുന്നതാണ്. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാഹനം പാർക്ക് ചെയ്തിരുന്ന സൈഡിൽ വന്ന് കയറുന്നതിനിടയിലാണ് മതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇത്തരത്തിൽ കാലിൽ എന്തോ കടിയേറ്റതായി സെലീനയ്ക്ക് തോന്നിയത്. തുടർന്ന് ഈ സെലീനയുടെ ഒപ്പം ഉണ്ടായിരുന്ന മകൾ പറയുന്നത് എന്തോ ഒന്ന് ഇഴഞ്ഞു നീങ്ങുന്നതായി കണ്ടിരുന്നു എന്നും ആ കുട്ടി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയോടുകൂടി ഇത് കടി ഏറ്റു എന്ന് മനസ്സിലായതോടുകൂടി തൊട്ടടുത്ത് തന്നെയുള്ള കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സെലീനയെ വേഗത്തിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് തുടർന്ന് ആന്റിവെനം ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരമാണ് കുടുംബം ആരോപിക്കുന്നത്. അതായത് ഒബ്സർവേഷനിലായിരുന്നു സെലീന ഉണ്ടായിരുന്നത്. നിരീക്ഷണത്തിലിരിക്കെ ശുചിമുറിയിലേക്ക് പോകുന്ന വഴി കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു. അത് ഇത്തരത്തിൽ മരുന്ന് നൽകാത്തതിൻ്റെ അല്ലെങ്കിൽ ആന്റിവെനം കൃത്യമായ സമയത്ത് നൽകാത്തതാണ് എന്നതാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരുടെ വിശദീകരണവും നമ്മൾ തേടിയിരുന്നു. അതിനകത്ത് RMO വ്യക്തമാക്കുന്നത് ഈ സെലീനെ അവിടെ എത്തിക്കുന്ന സമയത്ത് കാലിൽ ഒരു മുറിവേറ്റ പാടുണ്ടായിരുന്നു. പക്ഷേ രക്തം കിനിയുകയോ അല്ലെങ്കിൽ വിഷബാധ ഏറ്റതിനെ തുടർന്നുണ്ടാകുന്ന നീരുവെപ്പ് അടക്കമുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. മാത്രമല്ല ഈ പാമ്പ് കടിയേറ്റു എന്ന് പറയുന്ന ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ രക്തപരിശോധനയിൽ ഇത് വിഷബാധ ഏറ്റതിൻ്റെ അല്ലെങ്കിൽ പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. എന്നാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. അതിനുശേഷം മാത്രമേ ഇതിനകത്തൊരു ആധികാരികമായ സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുകയുള്ളൂ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ മരണത്തിലുണ്ടായ സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയും ആ കുട്ടിയുടെ കേസിലും ഇതുപോലെ പാമ്പ് കടിയേറ്റതിൻ്റെ സ്ഥിരീകരണം രക്തപരിശോധനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. രക്തപരിശോധനയിൽ കണ്ടിട്ടില്ല. പക്ഷേ മുഴുവൻ ഇനത്തിലുള്ള പാമ്പുകളുടെയും വിഷത്തിൻ്റെ സംബന്ധിച്ച് നമുക്ക് ഈ രക്തപരിശോധനയിൽ കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ഇനങ്ങളുടെ മാത്രമാണ് രക്തപരിശോധനയിൽ അത് ഏത് ഇനമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. കുടുംബത്തിന്റെ ഒരു സംശയം മാത്രമാണോ പാമ്പ് കടിച്ചു എന്നുള്ളത്? അതോ പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നോ? പാമ്പ് കടിച്ചതിന്റെ പാടുകളോ മറ്റോ ശരീരത്തിൽ ഉണ്ടായിരുന്നോ? സെലീനയുടെ കാലിൻ്റെ കണങ്കാൽ ഭാഗത്തായിട്ട് പാടുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഡോക്ടർ ഇന്ന് വിശദീകരിച്ചത് അത് ഒരു പുതിയ മുറിവായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതായത് രക്തം കിനിയുന്ന രീതിയിൽ അവിടെ പാമ്പ് കടിച്ച ഭാഗത്തുണ്ടാകുന്ന അല്ലെങ്കിൽ കൊത്തേറ്റ പോലെയുള്ള ഒരു പാടാണ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അപ്പോൾ കൊത്തേറ്റത് പോലെയുള്ള ആ ഒരു രീതിയിലുള്ള മുറിവല്ലായിരുന്നു അത് എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷബാധ ഏറ്റതിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഇങ്ങനെ സെലീന പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് കാൽ കടിച്ചിരുന്നതാണെന്നുള്ളത്. കുട്ടി, അതായത് കൂടെ ഉണ്ടായിരുന്ന മകൾ ഇത് ഇഴഞ്ഞു നീങ്ങുന്നതായി കണ്ടു. ഇരുട്ടായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നതായി കണ്ടു എന്നുള്ള രീതിയിൽ കുട്ടിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം 2 പേർ പറയുന്ന ഘട്ടത്തിലും അത് മറ്റ് പാമ്പാണ് അല്ലെങ്കിൽ ആന്റിവെനത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് അത് പോയില്ല എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ കായംകുളം താലൂക്ക് ആശുപത്രി ഡോക്ടർമാർ വിശദീകരിക്കുന്നത് അവരതിൻ്റെ ഒരു പ്രൊസീജിയറാണ് പറയുന്നത്. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആന്റിവെനം എന്ന് പറയുന്നത് വളരെ അലർജറ്റിക് ആയിട്ടുള്ളതും കൂടിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ശരീരത്തിലേക്ക് നൽകുമ്പോൾ മറ്റൊരു രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ കിട്ടിയുണ്ട്. അതുകൊണ്ട് എല്ലാ കേസിലും കയറി ഇത് എടുക്കാറില്ല. മറിച്ച് ഇത് പൂർണ്ണമായും അതിങ്ങനെ തന്നെയാണ്, അത് വിഷബാധ ഏറ്റ പാമ്പാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട, അത് മെഡിക്കൽ പരിശോധനകൾ കൂടി സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ആന്റിവെനം എന്നുള്ള ഇത് പ്രൊസീജിയറിലേക്ക് ഇവർക്ക് അടക്കുകയുള്ളൂ. അങ്ങനെയാണ് പ്രോട്ടോകോൾ
പ്രോട്ടോകോൾ എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിനകത്ത് ഈ ഇത്തരത്തിൽ അങ്ങനെ ഒരു രക്തപരിശോധന, അത് രക്തപരിശോധനയിൽ മുഴുവൻ പാമ്പുകളുടെയും അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മറ്റു പരിശോധനകൾ എന്താണെന്നുള്ളത് ആധികാരികമായി പറയേണ്ട ഡോക്ടർമാർ തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ലക്ഷണം അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പം നമുക്ക് എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ കാത്തു നിൽക്കാം. പ്രാഥമികമായി തീർച്ചയായും കാരണം ഒരു മാരക വിഷമുള്ള പാമ്പുകളാണ് കടിച്ചതെങ്കിൽ അതിവേഗത്തിൽ തന്നെ ചികിത്സ ഉറപ്പാക്കേണ്ടതാണ്. നമുക്കറിയാം ചിറയൻകീഴിലെ കുഞ്ഞിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഇവിടെയും അത്തരമൊരു രീതിയിലൊരു ചടുലമായ ഇടപെടൽ, ഒരു കൃത്യമായ ഇടപെടൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു, സെലീനയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകുമ്പോഴും ആരോഗ്യവകുപ്പ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാരണം തുടർച്ചയായി ഇതുപോലുള്ള പിഴവുകൾ ആവർത്തിക്കപ്പെടുകയല്ലേ. ടോമ, ഇതിനകത്ത് ഡോക്ടർമാരും പറയുന്ന അവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ വേഗത്തിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ വേഗത്തിൽ ഒരു ആൻറ്റിവനം പോലത്തെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചുള്ളൊരു പ്രതിരോധ മരുന്ന് അത് നൽകുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ച് അവർക്കും അതൊരു ഹെവി ടാസ്ക് തന്നെയാണ്. കാരണം ഇത് പ്രൂവ് ചെയ്യണം, ഏത് ഇനമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ കേസിനകത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനായി പറഞ്ഞിരുന്നു എന്നുള്ളത് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇതെല്ലാം ഡോക്ടർമാരുടെ വെർഷനാണ്. അവർ പറയുന്നു വണ്ടാനത്തേക്ക് റെഫർ ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട്, അതായത് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പോയാൽ മതി എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തത് ഈ സെലീനയോടൊപ്പം എത്തിയവരുമാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്ന വിശദീകരണം. പക്ഷേ കുടുംബം പറയുന്നത് അവർ ആൻറ്റിവനം വേഗത്തിൽ എടുത്തിരുന്നെങ്കിൽ അത് ഇത്തരത്തിൽ ഒരു സാഹചര്യം, ദുഃഖകരമായ സാഹചര്യം ഈ 42-കാരിക്ക് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായ ആരോഗ്യവകുപ്പും, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുട്ടിയുടെ അടക്കമുള്ള കേസുകൾ സംഭവിച്ചതും ഇത് തന്നെയാണ്. അവിടെ പിന്നീട് പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ഇന്ന് പുകയിട്ടും തീയിട്ടും ഒക്കെ ആ പ്രദേശമൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്തു എങ്കിൽ പോലും അങ്ങനെ ഒരു വിഷജന്തുവിനെ കണ്ടെത്താനായി കഴിയുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ കടിയേറ്റു എന്ന്, ഒരാളുടെ കാലിലേക്ക് കടിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അയാൾക്കാണല്ലോ അത് ആദ്യം അനുഭവപ്പെടേണ്ടത്. സെലീൻ അത് തൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം മകൾ എന്തോ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എന്ത് ഇനം പാമ്പാണോ അതല്ലെങ്കിൽ വിഷജന്തു ആണോ എന്ന് അവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ എല്ലാത്തിൻ്റെയും ഇത്തരത്തിൽ രക്തസാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളത് എങ്ങനെ കണ്ടെത്തും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഉള്ള പാമ്പുകളുടെ ഇത് എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊക്കെ വിശദീകരിക്കേണ്ട ഡോക്ടർമാരാണ്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസത്തിൽ കൊച്ചു കുഞ്ഞിൻ്റെ സമാനമായ സാഹചര്യം, അതേ സമാനമായ സാഹചര്യത്തിൽ ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അത് കൃത്യമായി അതിനെന്താണ് കാരണമെന്ന് വിശദീകരിക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്. പ്രാഥമികമായി ആലപ്പുഴ കായംകുളത്താണ് പാമ്പുകടിയേറ്റ് 42 മരിച്ചതിൽ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ ആശുപത്രി അധികൃതർ നിഷേധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകും. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചികിത്സാ പീഡവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സൂപ്രണ്ട് ഇന്ന് DMOയ്ക്ക് കൈമാറിയേക്കും. കുട്ടിക്ക് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചിരുന്നു. അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി ചിറയൻകീഴിൽ നിന്ന്. അഭിലാഷ്, കുടുംബത്തിൻ്റെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനിടെ സൂപ്രണ്ട് ഇന്ന് DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. ഇന്നലെ വരെയും പറഞ്ഞത് ആശുപത്രിക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്താണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ടോം, തീർച്ചയായും ഈ പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ ഈ റിപ്പോർട്ട് DMOയ്ക്ക് കൈമാറുമെന്നാണ് ആദ്യഘട്ടത്തിൽ സൂപ്രണ്ട് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് റിപ്പോർട്ട് കൈമാറി എന്ന് അറിയിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും സൂപ്രണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. സൂപ്രണ്ടുമായി ബന്ധപ്പെടാൻ പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിയെ തികച്ചും കുറ്റവിമുക്തമാക്കിക്കൊണ്ട രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് സൂപ്രണ്ട് DMOയ്ക്ക് കൈമാറിയതെന്നാണ് ഈ
ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം 2 തവണ രക്തപരിശോധന നടത്തിയെങ്കിലും വിഷത്തിന്റെ സാന്നിധ്യം കുട്ടിയുടെ രക്തത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചതനുസരിച്ചാണെങ്കിൽ കുട്ടി ആശുപത്രിയിൽ വെച്ച് തന്നെ കാഴ്ച മങ്ങുന്നു എന്ന് പറഞ്ഞിട്ടും അത് ഗൗരവമായി എടുത്തില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിച്ച സമയത്ത് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരാരും തന്നെ അവിടെ ചികിത്സയ്ക്കായി എത്തിയില്ല എന്നും ഒരു നഴ്സാണ് ഈ മുറിവ് ഉൾപ്പെടെയുള്ളത് പരിശോധിച്ചതെന്നും ഈ കുടുംബം ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് വളരെ രീതിയിലുള്ള പ്രതിഷേധം ഈ താലൂക്ക് ആശുപത്രിക്ക് നേരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വിവിധ സംഘടനകൾ, യുവജന സംഘടനകൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഈ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് തേടിക്കൊണ്ട് DMO റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല, രക്തപരിശോധനയിൽ വിഷത്തിന്റെ സാന്നിധ്യം കുട്ടിയുടെ രക്തത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ സൂപ്രണ്ട് നൽകിയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. കേട്ടോ. യെസ്, അഭിലാഷ്, എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുകയുള്ളൂ. കാരണം അവിടെ ആന്റിവെനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പാമ്പ് കടിച്ചതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൃത്യമായ ചികിത്സ ആ സമയം നൽകാതിരുന്നതെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൃത്യമായും ആ സമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലായിരിക്കുമോ നടപടികൾ ഉണ്ടാവുക? ആശുപത്രിക്ക് വീഴ്ച പറ്റിയെന്ന് ബോധ്യമായാൽ ഈ ആരോപണ വിധേയരായ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ, ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഇപ്പോൾ കുടുംബം മാത്രമല്ല, ഈ ഒരു പ്രദേശമൊട്ടാകെ ഉള്ള വിവിധ സംഘടനകളും നാട്ടുകാരും ഉൾപ്പെടെ ഈ ഒരു ആവശ്യം. കാരണം 8 വയസ്സുകാരന്റെ ജീവനാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. ഇത് ഒരുപക്ഷെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഈ ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒരു സുരക്ഷാ വീഴ്ച കൊണ്ടാണെങ്കിൽ, അവരുടെ ഒരു കരുതൽ കുറവ് കൊണ്ടാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ പാമ്പ് കടിയേറ്റു എന്ന് പറയുന്ന സമയത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബന്ധുക്കൾക്ക് സാധിച്ചിരുന്നു. കാരണം ആശുപത്രി വീണ്ടും വളരെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം അവിടെ ഏകദേശം 1 മണിക്കൂറിലേറെ പരിശോധനകൾ നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്തൊന്നും ഈ വിഷം തീണ്ടിയത് ഇത് പാമ്പിൻ്റെതാണോ മറ്റേതെങ്കിലും ജീവികൾ കടിച്ചതാണോ എന്നുള്ളത് പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഒരു ആരോപണമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന് തെളിവണമെന്നും പറയുന്നത് ബന്ധുക്കൾ പറയുന്നത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നൽകിയ റെഫറൻസ് ലെറ്ററിൽ പാമ്പോ അല്ലെങ്കിൽ പഴുതാരയോ കടിച്ചതാണ് എന്ന രീതിയിലൊരു ലെറ്ററാണ് ഈ ആശുപത്രിയുടെ ഭാഗത്ത് നൽകിയതെന്ന് പറയുന്നുണ്ട്. ഈ ആശുപത്രി മെഡിക്കൽ കോളേജിലുള്ള യാത്രാ മധ്യേയാണ് 8 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതും വളരെ ഗുരുതരമായൊരു ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇത്രയും ആന്റിവെനം ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ കടിച്ചത് വിഷജന്തുവാണോ എന്നുള്ളത് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വീഴ്ചയായി തന്നെ ഇപ്പോൾ കുടുംബവും നാട്ടുകാരും എല്ലാം ആരോപിക്കുന്നത്. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതിൽ വിവാദം. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ ഹെലികോപ്റ്റർ എത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, എപ്പോഴാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറന്നത്? ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്താണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിശദീകരണം? വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ഹെലികോപ്റ്റർ ശബരിമല സന്നിധാനത്ത് ഈ ക്ഷേത്രത്തിന് മുകളിലൂടെ താഴ്ന്നു പറന്നത്. അതീവ സുരക്ഷാ മേഖലയാണ് സന്നിധാനം, നിലയ്ക്കലടക്കമുള്ള പ്രദേശങ്ങളെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ, സൈനിക ഹെലികോപ്റ്റർ താഴ്ന്ന് പറന്നതോടുകൂടി തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കി. അതായത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഹെലികോപ്റ്റർ അപ്രത്യക്ഷമായി എത്തിയത് തന്നെ ആ ദേവസ്വം ബോർഡ് ജീവനക്കാരൊക്കെ വളരെ ആശങ്കയില്ല. കാരണം അത് ഒരു ഭയത്തിന്റെ കാരണം കൂടിയായി. അതേസമയം പെട്ടെന്ന് തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാർ തന്നെയാണ് ആ ചിത്രങ്ങൾ പകർത്തിയത്, വീഡിയോ പകർത്തി ചെയ്തത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്തിന്
നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പ പോലീസും ഈ ഇത്തരം ഒരു കാര്യം അറിഞ്ഞില്ല. ഹെലികോപ്റ്റർ സന്നിധാനത്ത് മുകളിലൂടെ പറക്കുന്ന കാര്യം പമ്പ പോലീസിനും വിവരം ലഭിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ സന്നിധാനത്ത് എത്തിയതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. അത്തരം വിവരങ്ങളും തന്നെ പമ്പ പോലീസിനും ലഭിച്ചില്ല. എന്തായാലും ഈ വളരെ യാദൃശ്ചികമായി പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യം എന്നതിലേക്ക് തന്നെ ആ സന്നിധാനത്ത് ഉണ്ടായത് തന്നെ വലിയ ഒരു ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ്. സന്നിധാനം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ ഈ നിർദ്ദേശപ്രകാരം വിലക്കുള്ളതാണ്. അത് അതീവ സുരക്ഷാ മേഖലയാണ് സന്നിധാനവും, ഒപ്പം തന്നെ നിലയ്ക്കടക്കമുള്ള മേഖല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വിവാദമായി മാറാനും കാരണം. അതേസമയം ഈ കാര്യത്തിൽ ഒരു വിശദീകരണം കോസ്റ്റ് ഗാർഡ് നൽകുന്നത് ഏതെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായി ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറന്നതല്ല, മറിച്ച് അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം റഡാർ സംവിധാനത്തിലല്ല ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്, പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് മറച്ച ഒരു ബോഡിയാണ് ഹെലികോപ്റ്ററുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ, അതായത് കാഴ്ചകൾ കണ്ടു മാത്രമാണ് സഞ്ചരിക്കാൻ കഴിഞ്ഞത്. അത് മേഘാവൃതമായ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ, ദിശകൾ കണ്ട് കൃത്യമായി സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സഞ്ചരിക്കേണ്ടി വന്നത് എന്നുള്ള വിശദീകരണമാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പൊ പമ്പയിലെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയിൽ കൂടി ഹെലികോപ്റ്റർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം, തീർച്ചയായും അങ്ങനെ ഒരു കേസും നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ആ സമയത്ത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം. അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? കോസ്റ്റ് ഗാർഡ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? മാത്രമല്ല ആ സമയം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർക്ക്, ആ ഉദ്യോഗസ്ഥർക്ക് ഇത് സന്നിധാനമാണ് ഈ സ്ഥലം, അല്ലെങ്കിൽ സന്നിധാനത്തിൻ്റെ മുകളിലൂടെയാണ് പറന്നു പോയത്, അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു? ഇവിടെ ഇത് കർശന സുരക്ഷയുള്ള അതീവ സുരക്ഷാ മേഖലയാണെന്ന അറിവ് അവർക്കുണ്ടായിരുന്നതാണ്? ബോധപൂർവ്വം അതിൽ സഞ്ചരിച്ചതാണോ? അപ്പം അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി അന്വേഷണം പോകേണ്ടത്. കാരണം സന്നിധാനത്ത് ഈ കൊടിമരത്തിന്റെ തൊട്ട് മുകളിൽ കൂടെയാണ്, വളരെ താഴ്ന്നാണ് ഹെലികോപ്റ്റർ പറക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അത് ആ ഹെലികോപ്റ്ററിന് ഉള്ളിലുള്ള സൈനികർ ആരെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. അത്തരം കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുക. എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷിച്ച് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക. പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം റിപ്പോർട്ട് നൽകാൻ പോലീസും ബാധ്യസ്ഥരാണ്. കാരണം സന്നിധാനം അടക്കമുള്ള മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പോലീസിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. അത് ഹെലികോപ്റ്ററൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം പല VIP ഇറങ്ങിയ ശേഷം പിന്നീട് റോഡ് മാർഗമാണ് സന്നിധാനത്ത്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പമ്പ പോലീസിനെ വിവരം അറിയിക്കുകയും അതിന് തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ അതൊന്നും ഉണ്ടാകാതെ തന്നെ അപ്രതീക്ഷിതമായി പുലർച്ചെ രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ സന്നിധാനത്ത് താഴ്ന്ന് ഈ സൈനിക ഹെലികോപ്റ്റർ പറക്കുന്നത് കണ്ടത് തന്നെയാണ് ഈ ജീവനക്കാർക്ക് ഒരാശങ്കയാണ്. ആ ആശങ്ക ഉണ്ടായതുകൊണ്ട് തന്നെ ജീവനക്കാർ അത് ഫോട്ടോ എടുക്കുകയും ചെയ്തു. 3 പ്രാവശ്യമാണ് ഹെലികോപ്റ്റർ അതിനെ വട്ടമിട്ട് പറന്നാണ് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ഇതുമായി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൃത്യമായ റിപ്പോർട്ട് നൽകുക. ടോം, യെസ്, അതാണ് ശശിനാരായണൻ നൽകുന്ന വിവരം. 3 തവണ സന്നിധാനത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറന്നു എന്നാണ് പറയുന്നത്. അത് ഈ മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണെങ്കിൽ ഇങ്ങനെ 3 തവണ അതിലൂടെ പോകേണ്ട സാഹചര്യമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.